മലപ്പുറം നഗരസഭയിലെ താമരക്കുഴിയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്തിന് പരിഹാരം കാണാൻ കൃഷിവകുപ്പ് സംഘം സന്ദർശനം നടത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ശനി ഞായർ ദിവസങ്ങളിലായി നാട്ടുകാരുടെ പ്രത്യേക യോഗങ്ങൾ ചേരും. മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കെ.പി. സുരേഷ്, ആനക്കയം സീഡ് ഫാം സൂപ്രണ്ട് ഇ. ജുബൈൽ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുംബുല എന്നിവരുടെ നേതൃത്വത്തിലാണ് താമരക്കുഴി ജില്ലാ കളക്ടറുടെ വസതിയുടെ പരിസരം എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. നഗരസഭയുടെയും കൃഷി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് ആഫ്രിക്കൻ ഒച്ചുകളെ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് പദ്ധതി. ഇതിനായി ഒച്ചുകളെ നശിപ്പിക്കാൻ തളിക്കേണ്ട പ്രത്യേക ലായനി കൃഷി വകുപ്പ് സൗജന്യമായി നൽകും. നഗരസഭ ഹെൽത്ത് വിഭാഗം, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർ സംയുക്തമായാണ് മരുന്ന് തളിക്കുന്നതിന് നേതൃത്വം നൽകുക. നമുക്ക് ആവശ്യമുള്ള കൃഷി ചെയ്യുന്ന വിളകൾ, ഇപ്പോൾ പച്ചക്കറി പോലെയുള്ള വിളകളിലാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കാണുന്നതെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കോപ്പർ സൾഫേറ്റ് 3 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ല നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയകളിൽ അല്ലെങ്കിൽ നമുക്ക് തൊടികളിൽ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ വേണ്ടി 60 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കലക്കി സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഇപ്പോൾ മഴ നിൽക്കുന്നുണ്ട്, മഴയുള്ള സാഹചര്യത്തിൽ നമുക്ക് സ്പ്രേയും എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കൂട്ടമണ്ണ, കാളമ്പാടി, മണ്ണാർക്കുണ്ട്, താമരക്കുഴി എന്നിവിടങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലായി നാട്ടുകാരുടെ പ്രത്യേക യോഗങ്ങൾ ചേരും. യോഗത്തിൽ ഒച്ചുകളെ ഇല്ലാതാക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ വിദഗ്ധർ വിശദീകരിക്കും. CCN മലപ്പുറം.